ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിൽ നട്ടിട്ടുള്ള ചെറുകിഴങ്ങിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ അതൊന്ന് പറിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെറുകിഴങ്ങിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ ചെറുകിഴങ്ങ് നിലത്ത് നടുന്നതും അതുപോലെ ചാക്കിൽ നടുന്നതുമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനമായിട്ട് എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ കിഴങ്ങ് ഏപ്രിൽ മാസത്തിലാണ് നട്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മാസം ആവുന്നുണ്ട്. ഒരു 8 തൊട്ട് 10 മാസം വരെ നമുക്ക് ഈ ഒരു കിഴങ്ങ് പറിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് പഴുത്ത് കരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കിത് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കിഴങ്ങിൻ്റെ ഇലയൊക്കെ ഒന്ന് ഒന്ന് കരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിതങ്ങ് പറിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പന്നിയെലിയുടെ ശല്യമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു പന്നിയെലിയുടെ ശല്യമുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നെല്ലാം തന്നെ മാന്തി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചേമ്പ് വിളവെടുപ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് കുറേ കിഴങ്ങൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മളൊന്ന് വന്ന് പറിച്ചെടുക്കുകയാണ്. എന്നാലും ഒരു 8 മാസം ആവുന്നുണ്ട്. ഞാൻ വലിച്ചിങ്ങെടുത്തു. നട്ടേനേക്കാളും വലിപ്പമുള്ള കിഴങ്ങാന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഈ ഒരു കിഴങ്ങ് ഒത്തിരി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 10 മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമ്മളത് പുഴുങ്ങുന്നതൊക്കെ സമയത്ത് ഒരു ഇച്ചിരി കയ്പ്പ് കാണും. ഇതൊരു ചെറിയൊരു കയ്പ്പുള്ളൊരു കിഴങ്ങാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ കുറച്ച് നേരത്തെ വിളവെടുത്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അന്നേരം അത്ര വലിയായിട്ടുള്ള ഒരു കയ്പ്പ് കാണത്തില്ല, എന്നാൽ ചെറുതായിട്ട് വിളഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വിളഞ്ഞ് വരുന്നൊരു പരുവം തന്നെയാണ് ഈ ഒരു കിഴങ്ങ്. ഇതിൻ്റെ തൊലിയൊക്കെ കണ്ടില്ലേ? ഞാൻ നേരത്തെ ഒരു ആനയെ കാണാൻ പോകുന്ന ഒരു വീഡിയോയിലൊക്കെ ഞാൻ ഈ ഒരു കിഴങ്ങ് വിളവെടുക്കാനായിട്ട് പരുവായോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കുറച്ചും കൂടി ഒരു കട്ടി കുറഞ്ഞിട്ടായിരുന്നു, ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു പരുവല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴ് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഉണ്ടല്ലോ, ഈ തൊലിയെല്ലാം നല്ലൊരു കട്ടയായിട്ട് വരും, നല്ലൊരു കട്ടി കൂടും ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം തന്നെ നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു കിഴങ്ങ് പറിച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു 8 മൂട് നട്ടിട്ടുണ്ടായിരുന്നേ. നേരത്തെ ചാക്കിൽ നമ്മൾ വീട്ടിൽ നട്ടിട്ടുള്ളത് അതൊക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് മണ്ണ് വെട്ടിക്കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പച്ചിലയും ചാരവും ഒക്കെ ഇട്ടിട്ട്. അല്ലാതെ വേറെ വലിയതായിട്ടുള്ള മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കുകയോ വളമൊന്നും ഇടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ട് പോലും ഇത്രയും കിഴങ്ങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കരുതിയത് എന്തായാലും ഒരു ഒന്നോ രണ്ടോ അങ്ങനെ കിട്ടും, അത്ര ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ കിഴങ്ങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കിഴങ്ങാണ് കിട്ടുന്നതെന്നുള്ളെങ്കിൽ പോലും ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഇടും, കാരണം നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ നടുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുമാത്രം കിഴങ്ങ് കിട്ടും, പിന്നെ അഥവാ കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇടാമെന്ന് തന്നെ കരുതിയതാണ്. ഈ കിഴങ്ങെല്ലാം പറിച്ചെടുത്തിട്ട് നമ്മൾ പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ചേമ്പ്, ചേന അതിനേക്കാളും കുറേ പ്രത്യേകത ഈ ഒരു ചെറുകിഴങ്ങിനുണ്ട്. അത് നടുന്ന രീതിയാണെങ്കിലും പുഴുങ്ങുന്ന രീതിയാണെങ്കിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുഴുങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഉണ്ട്. പിന്നെ നടുന്ന രീതിയെക്കുറിച്ച് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് ചെറുതായിട്ട് തൊലി എത്തി പോവുകയും ചെയ്ത്. എൻ്റെ പൊന്നേ, നിങ്ങളത് കണ്ടില്ലേ? ഒരു ചെറിയ കിഴങ്ങ് നട്ടതാ കണ്ടോ? എന്തുമാത്രം കിഴങ്ങ് നമുക്ക് ഈ ഒരു ചോട്ടിൽ നിന്ന് തന്നെ കിട്ടിയത്. ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നു. നോക്കിക്കേ, ഇപ്പോൾ ഇതിപ്പോൾ എത്രാമത്തെ കിഴങ്ങാണെന്നറിയാമോ? ഇതിനേക്കാളും ഒരു ചെറിയ കിഴങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം നട്ടത്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ, എൻ്റെ പൊന്നേ ഇതേ അടുത്തത് വരുന്നു. തന്നേരെ. ചെറുതാണെങ്കിലും കണ്ടോ, നിങ്ങളിപ്പോൾ തന്നെ കണ്ടില്ലേ എന്തുമാത്രം കിഴങ്ങിനകത്തുനിന്ന് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനിത് നട്ടതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി വിളവെടുപ്പൊക്കെ നടത്താൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ സന്തോഷം? അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും ഒത്തിരി സന്തോഷമായെന്ന് കരുതുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 മൂട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ എടുക്കണം. ഈ ധനുമാസത്തിലെ തിരുവാതിരപ്പുഴുക്കിലൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു ഭക്ഷ്യവിളയാണ് ഈ ചെറുകിഴങ്ങ്. നനക്കിഴങ്ങ്, പൂടക്കിഴങ്ങ്, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ മറ്റു പേരുകളാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, അയൺ, കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, പ്രോട്ടീൻസ്, അങ്ങനെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലെല്ലാം ജനങ്ങൾ ഈ ഒരു കിഴങ്ങ് വർഗ്ഗം കഴിക്കുന്നുണ്ട്. കാച്ചിലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഇത്. പക്ഷേ ചിലരൊക്കെ എന്നോട് ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് അടതാപ്പാണോന്നേ. അടതാപ്പ് എന്ന് പറഞ്ഞാൽ ഈ വള്ളിയിലൊക്കെ തൂങ്ങിക്കിടക്കുന്നതാണ്. ചെറുകിഴങ്ങിൻ്റെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കിഴങ്ങ് ചുവട്ടിലാണ് ഉണ്ടാകുന്നത്. ഞാൻ അടതാപ്പ് കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിലാണ് ഞാനിത് പറയുന്നത്. അടതാപ്പിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. അപ്പോൾ പുതിയ അറിവുകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഈ ഒരു കിഴങ്ങിനെ നമ്മൾ നന്നായിട്ട് മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കുകയാണെങ്കിൽ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് കിഴങ്ങുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യമേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഈ ഒരു കിഴങ്ങ് ഒത്തിരി താഴോട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഏത് കിഴങ്ങ് വിളകളായാലും നന്നായിട്ട് നമ്മൾ മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഒരു രണ്ടെണ്ണം കൂടി അങ്ങോട്ട് ഉണ്ട് കേട്ടോ എടുക്കാൻ. ഈ കിഴങ്ങൊക്കെ ഇളക്കി എടുക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇടയ്ക്ക് ചുറ്റും ഒന്ന് വെട്ടിക്കൂട്ടിയിരുന്ന കുറച്ചുകൂടെ കിഴങ്ങ് ഒത്തിരി കണ്ടേനല്ലയോ? അല്ല, നമ്മൾ കുറച്ച് പ്രാവശ്യമല്ലേ ചെയ്തുള്ളൂ, പിന്നെ അത് ചെയ്യണമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ പിന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഉള്ളതെല്ലാം അങ്ങ് താഴോട്ടാണ് കിഴങ്ങ് പോയത്. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാവേ. ഇനി ഒരു 3 എണ്ണം കൂടി ഉണ്ട്. സന്ധ്യ ആവുന്നുണ്ട്, അതിന് മുന്നേ വീട്ടിൽ പോകണം. ഈ ഒരു കാച്ചിലേ നമ്മൾ അതൊന്നും ആയിട്ടില്ല. അത് നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് ആ ഒരു കമ്പയിലോട്ട് അങ്ങോട്ട് കയറ്റി കെട്ടി. ഇതിനകത്ത് വല്ലതും കാണുമോ അമ്മേ? കാണുമായിരിക്കാം, കുറച്ചുകൂടെ കഴിയിട്ട് നോക്കാം അല്ലേ. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് വിത്ത് താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് അതിനി കുറേ വർഷമൊക്കെ ആയാലും ഒത്തിരി വലിപ്പമുള്ളത് കിട്ടും. ഇതിൻ്റെ താഴോട്ട് ഇതെൻ്റെ വിത്താണോ അത്? ഇതിൻ്റെ ചെവിടെ അവിടെ ആയിരുന്നില്ലയോ? ഇതതിൻ്റെ ഇതതിൻ്റെ വിത്തെന്നല്ലേ പറയുന്നത്? ഇത് ചെവിട് അപ്പുറത്തെ സൈഡിലായിട്ടാ അല്ലയോ? അപ്പം ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വലിയത് കിട്ടുമായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോഴങ്ങനെ ലാസ്റ്റ് കുഴിയിൽ എടുത്ത് അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങ് വിയർത്ത് കുളിച്ചു. എന്നാലും ഭയങ്കര സന്തോഷമാണ്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി കിഴങ്ങാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണേ. ഇതിനിയും പുഴുങ്ങണം, പുഴുക്കുണ്ടാക്കണം, അട ഉണ്ടാക്കണം, അങ്ങനെ ഒത്തിരി പണികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്പും കോലും എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം അവിടെ തന്നെ ഇട്ടേക്കുവാണേ. ബാക്കി ഇനി ഇതിൻ്റെ ഈ ഇലയെല്ലാം കരിഞ്ഞുണങ്ങും. ഇവിടെ ഇനി അടുത്ത പ്രാവശ്യം കാച്ചിൽ എന്തെങ്കിലും നടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പും കോലും ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ കിഴങ്ങ് എങ്ങനെ വൃത്തിയാക്കുന്നത് നോക്കാം. ഇപ്പോൾ ചേമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചിരണ്ടി എടുക്കും അല്ലേ? പക്ഷേ അതുപോലെയല്ല ഈ ഒരു ചെറുകിഴങ്ങ്. ഇത് നമ്മളിങ്ങനെ ചെത്തി ഇതിൻ്റെ തൊലി കളയണം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനൊരു ചെറിയൊരു ഇളുകിളാന്നൊരു അതുപോലെയാണ് അതുള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ കയ്പും ഉണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിരണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് വല്ലാത്തൊരു വഴുവഴുപ്പ് പോലെ വരും.
അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെത്തിക്കളയണം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ നമ്മൾ ഈ കിഴങ്ങാണെങ്കിൽ ഈ മണ്ണെല്ലാം വേരും എല്ലാം കളഞ്ഞിട്ടങ്ങ് പുഴുങ്ങാനിടും. നെടുകയൊന്ന് കീറിയിട്ടങ്ങ് പുഴുങ്ങാനിടും. പുഴുങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ കണ്ടോ, ഞാനങ്ങനെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ചിരണ്ടി എടുത്താണ്. പക്ഷേ എൻ്റെ കയ്യിലെല്ലാം അതിൻ്റെ ആ ഒരു കറയെല്ലാം ആയി. അപ്പോൾ അമ്മ നന്നായിട്ട് ചെത്തിയാണ് എടുക്കുന്നത്. അമ്മയ്ക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ നമ്മളിനിയും അടുത്ത പ്രാവശ്യം നടാനായിട്ട് മാറ്റി വെക്കുന്ന കുറച്ച് കിഴങ്ങുകളാണ്. വളരെ ചെറിയ കിഴങ്ങാണ്. നിങ്ങൾ ആ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വളരെ ചെറിയ കിഴങ്ങ് നട്ടിട്ടാണ് ഇത്രയും നമുക്ക് കിഴങ്ങ് കിട്ടിയത്. അപ്പം നമ്മൾ കിഴങ്ങ് എടുത്തിട്ട് ഇതേ നെടുകയൊന്ന് കീറുന്നുണ്ട്. ഇത് ഞാൻ മുന്നേ ഒരു ചേമ്പ് പുഴുങ്ങുന്ന ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേവേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് വേകണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നെടുകെ കീറണം. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ചുള്ള വെള്ളം. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇനി ഒരു 4 വിസിൽ മതി. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറുകിഴങ്ങ് പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ അങ്ങോട്ടൊരു ചമ്മന്തിയും കൂടെ അരച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറുകിഴങ്ങൊക്കെ നടണം. ഇതിന് മുന്നേ ആയിട്ടുള്ള വീഡിയോകൾ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്